పని సా సాని దప మగరిని సా నగుమో ఓ మూగనలే నీ నా జాలి తెలిసి నగుమో ఓ మూగనలే నీ నా జాలి తెలిసి నన్ను బ్రోవరాధ శ్రీ రఘువరని నగుమో మూగనలేని నా తెలిసి నగరాజా నగరాజ ధరణీదు పరివారు నగరాజ ధరణీదు పరివారు ఓకి బోధన చేసేవారులుగారే ఇది నుండు దురని నగుమో ఓ మూగనలేని నా జాలి తెలిసి నన్ను బ్రోవరాధ శ్రీ రఘువరని నగుమో ఖగరాజు నీయానతి వినివే గాచనలేడు ఖగరాజు నీయానతి వినివే గాచనలేడు గగనాని కిలకు బహుదూరం బనినాడో జగమేలే జగమేలే పరమాత్మ ఎవరితో మురళిటుదు జగమేలే పరమాత్మ ఎవరితో మురళిటుదు వగజు పకుతాళను నన్నేలు కోరా త్యాగరాజనున్నతి నగుమో ఓ మూగనలేని నా జాలి తెలిసి నన్ను బ్రోవరాధ శ్రీ రఘువరని నగుమో గమనిద పమగరిని సగమనగుమో నిసగమ పని సగరిని సానిధమప గరిని సగమనగుమో నిదపమ గరి సని సగమ పగమ పని సమమ గరి రి సని దపమ పని దపమ గరి ని సగమనగుమో ఓ నిసని నిస నినిస 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 నిదపమ పని స గమ గమ పని స నిస గమ పని స మగరి స నిదపమ గమ పని స నిదపమ గరి స నిస గమ పని స గరి స నిదమ పని స నిస 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 నిదమ పని స గమ పని స సగమ పని స గమ పని స గమ పని స గమ పని స గమ ప గరి ని స నిదమ ప గరి ని స నిదమ ప గరి ని స నిదమ ప గరి ని స నిదప గరి స నిదప గరి స నిదప గరి స నిదప గరి స గమ
പമഗരി സനി സ ഗ പമഗരി സനി സ ഗമഗരി സനി സ ഗമ പമ ഗമ പനി പ മ പനി സനി പ പനി നി സ സനി സനി ദ പമ പ പനി നി സനി ദ പമ പ പ സനി ദ പമ ഗമ പനി പ പമ പ നി സനി നി പനി സഗ സഗ ഗ ഗരി രി സ സ സ ഗരി സനി ദ പരി രി സ സ സരി സനി ദ പമ ഗ ഗ ഗ ഗമ പനി സ ഗമ മ ഗരി സ പ സനി ദ പ ഗരി സ ഗമ ന ഗുമോ ഓ മുഗനലേ നീ നാ ജാലി తెలిసి నన్ను బ్రోవరాధ శ్రీ రఘువరని నగుమో ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. വൈഗ എന്തോ ഓക്കെ അല്ലേ? വീണ്ടും ചിത്രത്തിലെ സോങ്. ലാലേട്ടൻ അതൊക്കെ എങ്ങനെയായിരിക്കുമല്ലേ ചെയ്തത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതെ, ലാലേട്ടാ we love you. നെഞ്ചിനകത്ത് ലാലേട്ടൻ. ഓക്കെ, അപ്പൊ വൈഗയുടെ പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു നോക്കാം. ശരത് സാർ. ഹായ് മോളെ. ഹായ് സാർ. കാര്യം നിങ്ങളൊക്കെ ഇപ്പോൾ എന്താ പറയണ്ടേ, ഒരു കൃതി എടുത്ത് പാടുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഒരു അനുഭവമായിരിക്കും. അത് കുഞ്ഞിൻ്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോഴേ മനസ്സിലാവും. കുഴപ്പമില്ല, മോളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ അതെടുത്ത് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. കുറേ സന്തോഷം. താങ്ക് യു സാർ. പിന്നെ ഇത് എന്താ പറയണ്ടേ, ഇതിൽ മോൾക്ക് ഇതിൽ കുറച്ച് ഈ ഓരോ വാക്കുകൾ പിരിക്കുന്നതിനും ചില കൃതിയിലുള്ള ചില വാക്കുകളൊക്കെ ഇപ്പോൾ പ്രശ്നമുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ തിരുത്താം. ഇതിപ്പോൾ ആദ്യമായിട്ട് മോള് പാടുകയല്ലേ, ഇപ്പോൾ അധികം കയറി അങ്ങോട്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷേ ഉണ്ട് സംഭവങ്ങൾ. അപ്പം അതൊന്നും നോക്കിയുള്ള സ്വരമൊക്കെ മോള് വൃത്തിയായിട്ട് പാടി കേട്ടോ. ഈ ആ ഒരു സംഗതി മാത്രം നനുബ്രോ, അത് മാത്രം എന്താണ്, അത് ഒരിക്കലും ശരിയാവുന്നില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിപ്പോൾ ഒരാവശ്യമില്ലാത്ത ഇരുന്ന സമയത്ത് ചുമ്മാ അതങ്ങ് പാടി. അത് കുഴപ്പമില്ല, അത് മോള് ടെൻഷനായതുകൊണ്ടാണ്. മോളെ അതേ ഉള്ളൂ കേട്ടോ. പ്രധാനമായിട്ട് ആ ഒരു സംഗതിയാണ് മോൾക്ക് കൈ നിൽക്കാണ്ടായിപ്പോയത്. പിന്നെ നീ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഇതിൽ എഴുതി തന്നേക്കുന്നതിൽ ആദ്യം പിന്നെ കോട്ടുമായിട്ടാണ് എഴുതി വെച്ചേക്കാം. തുടങ്ങി പാടുന്ന ഓരോ എഴുതി വെച്ചേക്കാം. അയ്യോ, ഞാൻ എഴുതി ചന്ദ്രകല ഇട്ടേക്കും. ചന്ദ്രകല ഇട്ടേക്കാം. അപ്പൊ എങ്ങനെ വായിക്കുന്നത്? കൊള്ളാം. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ മോളെ, എനിക്ക് നിന്നോട് പറയാനുള്ള ഒരു ഒറ്റ കാര്യം, ഐ ലവ് യു ഓഫ് കോഴ്സ്. പിന്നെ മോളെ, ഈ ഹെഡ് വോയിസിലേക്ക് സ്വിച്ച് ചെയ്യുന്നത് അത് വേറൊരാളായിട്ട് തോന്നുന്നതാണ്. വേറൊരാള് പെട്ടെന്ന് ഇതോട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത ഒരു മനുഷ്യൻ കൂടിരുന്നങ്ങ് പാടുക. കാരണം നമ്മൾ ഹെഡ് വോയിസിന് പവർ കൊടുക്കാൻ മോളെ, അതിന് പവർ പറ്റും നിന്നെ കൊണ്ട്. അത് ചെയ്താൽ മോള് മോടെ ഒറിജിനൽ ശബ്ദത്തിൽ ഈ സ്വിച്ച് ചെയ്തതേ അറിയാണ്ട് പാടണം. അതാണ് വേണ്ടത്. ഏറ്റല്ലോ. പക്ഷെ മോടെ ശ്രമത്തിന് ഞാൻ സല്യൂട്ട്. ഒരു സംശയമല്ല മോളെ. അതങ്ങനെ പെട്ടെന്ന് എടുത്തിട്ട് കൃതികൾ ഒരു സുപ്രഭാതം എണീച്ചിരുന്ന് 5 തവണ കേട്ടിട്ട് അതല്ലത്. അതിൻ്റെ ഉള്ളിൽ പല 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 ഇത് പ്രത്യേകിച്ച് ഈ ഒരു കീർത്തനം നകുമോ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചത് എൻ്റെ ഗുരുനാഥനാണ്, ബാലമുരളീകൃഷ്ണ സാറാണ്. വേറെ ആരും പാടിയ നകുമല്ല, കേട്ടല്ല ആളുകൾ ഇതിനെയൊക്കെ അങ്ങ് ഇറങ്ങിയത്. ഈ സിനിമയിൽ തന്നെ ഈ ഒരു കൃതി വയ്ക്കാൻ കാരണം ബാലമുരളി സാറ് തന്നെയാണ്. ഒരു ഭീകരൻ. ഞാൻ വേറൊന്നും പറയാനല്ല, എൻ്റെ ഗുരുജി എപ്പോഴും ഞാൻ ഓരോ നിമിഷവും ഓർക്കുന്ന ഒരു മനുഷ്യനാണ്. കുറേ സന്തോഷം മോളെ, കുറേ സന്തോഷം. എന്തൊക്കെയാലും അദ്ദേഹം പാടിയാണ് ഞാനിത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. നീ പാടിയപ്പോൾ ആ ഒരു സന്തോഷം. പിന്നെ നമ്മുടെ ഇത് ആരാണ് ഫിലിമിൽ പാടിയേക്കുന്നത്? MG ശ്രീകുമാർ സാറും പിന്നെ നെയ്യാറ്റിങ്കര വാസുദേവൻ സാറ്. അപ്പോൾ അതിലും കുറേ സന്തോഷം. എൻ്റെ പ്രിയപ്പെട്ട അണ്ണാച്ചി കൂടെ പാടിയപ്പോഴത്തേക്കും എനിക്ക് കുറേ കൂടെ സന്തോഷമായിരുന്നു. താങ്ക് യു മുത്തേ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഹരിച്ചേട്ടാ. വൈഗ എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു ചേട്ടാ. പറഞ്ഞ പോലെ കർണാടക പഠിക്കുന്നുണ്ടോ വൈഗ? പഠിക്കുന്നുണ്ട്. ഉണ്ട്. ഇപ്പൊ ഏതുവരെ എന്തൊക്കെയായി പഠിച്ചത്? സരളി വർഷ തുടങ്ങി. ഇപ്പൊ വർണ്ണമായി. ഓ വെരി ഗുഡ്. അത് പഠിക്കണം കേട്ടോ, കണ്ടിന്യൂ ചെയ്യണം. ഓരോ സ്റ്റെപ്പ് ആണെങ്കിൽ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ
എന്തെങ്കിലുമൊക്കെ കാണും നമുക്ക്. അപ്പോൾ ഈ റൗണ്ടിന് പറ്റിയ എന്താ പറയുക പാട്ട് എല്ലാം ഇത്രയും ജനകീയമായ ഒരു പാട്ടാണ്. ഒരു കൃതിയാണെങ്കിലും ഒരു സോങ് ആയിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ ഒരു കച്ചേരിക്ക് പോയാലും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇത് പാടാതെ ഇറങ്ങാൻ പറ്റില്ല, ചിലപ്പോൾ പെട്ടുപോകും. നമുക്ക് നഗുമോ അല്ലെങ്കിൽ സ്വാമിനാഥ പാടുമ്പോൾ ആൾക്കാർക്കൊക്കെ ഉള്ളൊരു സന്തോഷം കാണണം. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മൂവിയിൽ ചിത്രത്തിൽ വന്ന് മലയാളികൾക്ക് ഞാൻ പറഞ്ഞു, അല്ലാതെ സൗത്ത് ഇന്ത്യൻസിന് ഒരുപാട് ബാലമുരളി സാറ് അങ്ങനെ കുറേ മ്യൂസീഷ്യൻസ് ഇത് ജനകീയമാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് മലയാളികൾക്ക് ആ ചിത്രത്തിൽ അത് ബാലമുരളി സാറ് പാടുന്നത് എല്ലാം ക്ലാസിക്കൽ മ്യൂസിക് അല്ലെങ്കിൽ രസിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകളുടെ ഇടയിലാണ് അത് ഫേമസ്. ഈ സാധാരണക്കാർ എല്ലാവരുടെ ഇടയിലേക്ക് എത്തിയത് ലാലണ്ണാച്ചി ഇത് പാടി അഭിനയിച്ചപ്പോഴാണ്. ഡെഫിനറ്റായിട്ട് അത് പറയണം. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഒരു സിനിമയിൽ ഇങ്ങനത്തെ കർണാട്ടിക്കൊക്കെ എടുത്തത് കൊണ്ട് അത്ര 2 പാട്ടുകളെങ്കിലും ജനകീയമായി ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ എത്ര പേർക്ക് ഈ കൃതികളും ഒക്കെ അറിയാം. അപ്പം അതിൽ സന്തോഷമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സിനിമയിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നൊരു ക്ലൈമാക്സിലും ഉണ്ട്, പിന്നെ അല്ലാതെ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനിലും ഉണ്ട്. അങ്ങനെ 2 കീർത്തനം വന്നുകൊണ്ട് ഞങ്ങൾക്ക് കുറെ കച്ചേരിക്ക് ഇത് അടിക്കാം. മോളെ നന്നായിട്ട് പാടി. എന്തായാലും ഈ പറഞ്ഞ പോലെ ലിറിക്കലാണ് പ്രശ്നം. ഇത് ഏത് ഭാഷയാ? തെലുങ്ക്. ആ ഓക്കെ. അപ്പൊ തെലുങ്ക് ഉന്നതി എന്നൊക്കെ ഞാൻ കേട്ടതോ വളരെ നിനക്ക് നല്ലതുണ്ടാവട്ടെ മകനെ. ഉന്നതി അതൊന്ന് പാടിക്കേ, ജസ്റ്റ് അത് മാത്രം പാടിക്കാണേ. ജൈസേ വാരലുഗാരേ ഇതുനു യെടുന്നാണ്. അങ്ങനത്തെ കുറെ വാക്കുകൾ. അതുപോലെ പിന്നെ കട്ട് ചെയ്യുന്ന മോളെ വാക്കുകൾ കട്ട് ചെയ്യുന്നത് അത് നമുക്ക് ഒരു ദിവസം ഒന്നിരിക്കാം കേട്ടോ. അത് പിന്നെ ഈ ലാസ്റ്റത്തെയാണ് ത്യാഗരാജന് ഉന്നതി ഉണ്ടാവട്ടെ എന്നോ. അദ്ദേഹം എപ്പോഴേ മേളിലാ മക്കളെ, അത്രയും ഉന്നതിയുള്ള ഒരു മനുഷ്യനാ. നുതനിന്നല്ലേ? അതല്ല, ഇത് മോളെ ഇതൊരു കീർത്തനായതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടോ. ഇതിപ്പോ മോള് മൂവിയിലുള്ളത് അതുപോലെ പഠിച്ച് പാടി. പക്ഷെ ലിറിക്കൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ. നൂതനീ നഗുമോ ത്യാഗരാജ നൂതനീ, അതുപോലെ ശ്രീരഘു അതൊക്കെ പാടി. മറ്റേ സംഗതി അതൊന്ന് സ്ലിപ്പായി പോയി, കുഴപ്പമില്ല. എന്നാലും സ്വരമൊക്കെ നന്നായിട്ട് പാടി, എല്ലാം കറക്റ്റ്. പിന്നെ ഇവരെന്ത് രസമായിട്ടാണ് വായിച്ച, എല്ലാവരും ഗംഭീരമായിട്ട് വായിച്ചു, അടിപൊളി. കൂടെ പിടിച്ച് നിന്നില്ലേ അവരുടെ കൂടെ, സൂപ്പർ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ചേച്ചി വൈഗ എന്തോ പൊന്നും കൂടെ അസലായിട്ട് പാടി. താങ്ക് യു ചേച്ചി. ഈ കൃതികളൊന്നും ഇത്തരത്തിലുള്ള പാട്ടുകളൊന്നും സ്പെഷ്യലി സ്ത്രീകളില് കൊച്ചുകുട്ടികൾ പെൺകുട്ടികൾ വന്ന് പാടി ഫലിപ്പിക്കുന്നത് വളരെ ദുർലഭമാണ്. അപ്പോൾ അതില് മോള് ഗംഭീരായി, സൂപ്പർ. താങ്ക് യു. കാരണം ഇതില് മോൾ എടുത്ത എഫേർട്ട്, നേരത്തെ ശരത് സാർ പറഞ്ഞ പോലെ വൈഗ ഒരുപാട് എഫേർട്ട് എടുത്ത് പാടുന്ന ഒരാളാണ്. ഞാൻ കുറച്ച് വൈകി വന്ന ഒരാളാണ് സൂപ്പർ സ്റ്റാറിൽ. പക്ഷെ എന്നാലും ഞാൻ വൈഗയുടെ പാട്ടുകൾ എപ്പോൾ കേൾക്കുമ്പോഴും വൈഗ കുറച്ച് ആഭേരി ബേസ് ചെയ്തിട്ടുള്ള പാട്ടുകളൊക്കെ വൈഗയ്ക്ക് കുറച്ച് എന്താണ് ഇഷ്ടമാണെന്ന് തോന്നുന്നു. കുറേ ആഭേരി രാഗത്തിലുള്ള പാട്ടുകൾ വൈഗ ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സംഗതികളൊക്കെ ശരിയാ മനോഹരമായിട്ട് പാടുന്നുണ്ട്. ചില സ്ഥലത്ത് മാത്രമാണ് അതൊന്ന് പതറി പോകുന്നത്. പക്ഷെ ദാറ്റ്സ് ഓക്കെ, നെഗ്ലിജിബിൾ ആണ്. ഈ ഒരു പ്രായമല്ലേ, പ്രായം ഇതായത് 10ൽ പഠിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ പാടുന്നു, സൂപ്പർബാണ്. ഓക്കെ, മോള് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കും ഈ കുട്ടിക്ക് വളരെ വ്യത്യസ്തമായ ഒരു ശബ്ദമാണ്. ഒരു പഴയ കാലഘട്ടം ഗീതാ ദത്ത് ആ ഒരു സ്റ്റൈലിലുള്ള വോയിസ് ആണ്. അപ്പം ശരിക്കും അങ്ങനത്തെ പാട്ടുകളൊക്കെ വരുമ്പം ഒരു പക്ഷേ വൈഗയ്ക്ക് അവസരങ്ങൾ വരട്ടെ, വരും എന്തായാലും. അത്രയും നല്ല മനോഹരമായിട്ട് പാടുന്ന ഒരു കുട്ടിയാണ്. ഈ ഒരു കാലിബർ മുന്നോട്ട് കൊണ്ടുപോവുക, ഈ പരിശ്രമിക്കുന്ന ഈ ഒരു രീതി ഉണ്ടല്ലോ, അതാണ് മെയിൻ. നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു എഫേർട്ട്, ഉഴപ്പ് എന്ന് പറയുന്ന സാധനം എളുപ്പത്തിൽ വരാം. പക്ഷേ ഈ ഒരു ഡെഡിക്കേഷൻ ഇല്ല, ഞാനത് പാടിയിരിക്കും എന്നുള്ള ഒരു ഡെഡിക്കേഷൻ, അത് വലിയ കാര്യമാണ്. അത് വൈകയിലുണ്ട്. അതുകൊണ്ട് ഗോഡ് ബ്ലെസ് യു ഡാ. ഇനിയും നന്നായി പാടാം. ഓക്കെ, ഈ സംഗതികളൊക്കെ അങ്ങനെ ചുറുചുറുപ്പോട് കൂടി തന്നെ ഇരിക്കട്ടെ എപ്പോഴും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ ഇനി ശരത് സർ മക്കളുടെ എഫർട്ടിന് 8.8 മാർക്സ് തരാം. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി ശരത് സർ ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ യോജിക്കുന്നില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. 8.8
താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. ചേട്ടാ ഓക്കെ, സോ ടോട്ടൽ 17.6. ഓക്കെ.